നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ 2026 വർഷത്തിലെ മെയ് മാസം 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വരുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമയത്ത് ഇവർക്ക് വരാൻ സാധ്യതയുള്ള ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഒരു മുന്നറിയിപ്പായിട്ടെടുത്ത് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. ഈ ഫലം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഫലമാണ്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് വിഷയത്തിനാണോ ആഗ്രഹിക്കുന്നത് അതിലെല്ലാം അഡ്മിഷനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം എടുക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം പണിയുവാനും അതിന് തുടക്കം കുറിക്കുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ചില ആൾക്കാർക്ക് ഈ സമയത്ത് ഭവനം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശ കർമ്മമൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഭവന കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഈ സമയത്ത് ഭവന നിർമ്മാണം നടക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുഭവഫലം ഉണ്ടാവുന്നതാണ്. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്നതാണ്. അതായത് തൊഴിൽപരമായിട്ട് എന്ത് ചെയ്താലും അതൊരു ജോലിയാകട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, എന്തുമാവട്ടെ, തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് വരുമാനം വരുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ വൻ വിജയമാണ് കാണുന്നത്. ചില ആദരവും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത്, കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികളെ എല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള ഒരു മനസാന്നിധ്യവും ആത്മവിശ്വാസവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. മുടങ്ങിക്കിടപ്പുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അത് ചെയ്യാനായിട്ട് ഒരു തുടക്കം പോലും നിങ്ങൾക്ക് കുറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം ഫലമുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് വളരെയധികം ചിന്തിച്ച് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതിന്റെ പരാജയ ഫലം വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താശേഷി ഉയർന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. താരകാസ്ഥിതി വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത്, ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അതുകൊണ്ട് ആലോചിച്ചുറച്ച് മുന്നോട്ട് പോവുക എന്നേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഭവനത്തിലെ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാതമാകുന്ന ഒരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാണ്. കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട്. സന്താന ഭാഗ്യമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിച്ച് ദാമ്പത്യത്തിൽ കൂടുതൽ ഐക്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന രോഗപീഠകളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ചില അസുഖങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്യോഗം നിങ്ങളുടെ ഭവനത്തിലേക്ക് അടുപ്പിച്ച് മാറുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ട്രാൻസ്ഫറിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വിജയത്തിലെത്തുന്നതാണ്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് സഹായം ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ പോലും വിജയിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സാമ്പത്തിക നേട്ടമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം ഒഴിവാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സമയത്ത്. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് അവിട്ടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. ജീവിതത്തില് നമുക്ക് ചില സമയങ്ങളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അതായത് ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾക്ക് വേണ്ടുവോളം വന്നു ചേരും. ആ സമയത്ത് നമ്മൾക്ക് കുറെ അവസരങ്ങൾ വന്നു ചേരും. അത് ഉപയോഗിക്കുന്നവര് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ. രക്ഷപ്പെടാനുള്ള ഒരു സമയമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഒരു സുഖത്തിന്റെ ആലസ്യത്തിലേക്ക് നിങ്ങൾ വീണു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള ജീവിതം ദുസ്സഹമാകും. അപ്പോൾ ഈ
നല്ല സമയങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതേ നമ്മൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ അവിട്ടം നക്ഷത്രക്കാരുടെ വരുന്ന 15-16 ദിവസങ്ങൾ വളരെ വളരെ മനോഹരമായ ദിവസങ്ങളാണ്. അത് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ദേവാലയങ്ങൾ ദർശിക്കുന്നവരായാലും ശരി, അവരവരുടെ പ്രാർത്ഥനയിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥന കൂടിയേ തീരൂ. അപ്പോൾ ഇതൊരു അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.